ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബെസ്റ്റ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജീസാണ്. അതായത് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 1 മിനിറ്റിലുള്ള എൻട്രീസാണ് നമ്മൾ പുഷ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1 മിനിറ്റിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ പലരും ചോദിക്കും, 1 മിനിറ്റിലൊക്കെ ഫേക്ക് സിഗ്നൽസ് അല്ലേ മാർക്കറ്റ് തരുന്നത്? ചിലപ്പോൾ 1 മിനിറ്റിൽ ഫേക്ക് സിഗ്നൽസ് മാർക്കറ്റ് തരാറുണ്ട്, പക്ഷേ അതിലുപരി നമുക്ക് 1 മിനിറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്കാൽപ്പിംഗ് എൻട്രി എടുക്കാം. സ്കാൽപ്പിംഗ് എൻട്രിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ചെറിയ ആ ഒരു ടൈം ഇൻ്റർവെല്ല് കൊണ്ട് നല്ല എൻട്രിയിൽ പുഷ് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ 5 മിനിറ്റിലും 50 മിനിറ്റിലും എടുക്കുന്ന ആ ഒരു പ്രോഫിറ്റ്, അത്രയും റിസ്ക് വെച്ചെടുക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ഇവിടെയും നമുക്ക് റിസ്ക് എടുത്തുകൊണ്ട് ആ ഒരു ചെറിയ ടൈമിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം പ്രൈസ് ആക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ സ്മാർട്ട് മണി കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണെങ്കിലും നമുക്ക് ഈ ഒരു 1 മിനിറ്റിൽ ഈ ഒരു എൻട്രികൾ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ്? ഓക്കെ, ഈ ഫേക്ക് സിഗ്നൽസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു റിയലായിട്ടുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ ഈ ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാര്യം ഇന്ന് നമ്മൾ നോക്കുന്നത് ടെക്നിക്സ് ഫോർ മോർ എഫക്റ്റീവ് സ്കാൽപ്പിംഗ്, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ സ്കാൽപ്പിംഗ് സെറ്റപ്പ്, അതുപോലെ തന്നെ സ്മാർട്ട് മണി സ്കാൽപ്പിംഗ് സെറ്റപ്പ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിയൽ ചാർട്ട്, കുറച്ച് എക്സാമ്പിൾസും. ഓക്കെ, അപ്പം നമുക്കിന്ന് ഫസ്റ്റ് കാര്യം ഇവിടെ എന്താണ് സ്കാൽപ്പിംഗ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന കാര്യം, ദ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് എക്സിക്യൂട്ടിംഗ് ഷോർട്ട് ടേം ട്രേഡ്സ് ഓൺ ദ ലോവർ ടൈം ഫ്രെയിം ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ഹൈ മാർക്കറ്റ് ലിക്വിഡിറ്റി. അതായത് ഹൈ മാർക്കറ്റ് ലിക്വിഡിറ്റി ഉള്ള ടൈമിൽ ലോവർ ടൈം ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ട് ഷോർട്ട് ടൈം ട്രേഡ്സ് എടുക്കുന്ന ഒരു രീതിയാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് ലിക്വിഡിറ്റി വേണം. ഓക്കെ, അത് ഹെവി ലിക്വിഡിറ്റി ഉള്ള കറൻസി പെയേഴ്സും കാര്യങ്ങളും ആണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഹൈ മാർക്കറ്റ് ലിക്വിഡിറ്റി ഉള്ള ടൈമിൽ ഓക്കെ ലോവർ ടൈം ഫ്രെയിം, അതായത് 1 മിനിറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഷോർട്ട് ടൈം ട്രേഡ്സ് എടുക്കുന്ന ഒരു രീതിയാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് പ്രൈസ് ആക്ഷൻ സ്കാൽപ്പിംഗ് സെറ്റപ്പും അതുപോലെ തന്നെ സ്മാർട്ട് മണി സ്കാൽപ്പിംഗ് സെറ്റപ്പ് നോക്കാം. ഓക്കെ, എന്താണ് പ്രൈസ് ആക്ഷൻ സ്കാൽപ്പിംഗ് സെറ്റപ്പ്, എങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ സ്കാൽപ്പിംഗ് സെറ്റപ്പ് 1 മിനിറ്റിലോട്ടാക്കി എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ള കാര്യം ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊരു എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ 1 മിനിറ്റിൽ സ്കാൽപ്പിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം ജസ്റ്റ് നമ്മൾ ആ ഒരു ചാർട്ട് 50 മിനിറ്റ്സിലോട്ടൊന്ന് മാറ്റുക. ഓക്കെ, 50 മിനിറ്റ്സിലോട്ട് മാറ്റിയിട്ട് ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക. ഇപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അത് അല്ല എങ്കിൽ അതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് EMA. അതായത് നമ്മൾ EMA എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. ജസ്റ്റ് നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡിൽ പോയിട്ട് ജസ്റ്റ് EMA എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ വരും. അപ്പോൾ അവിടെ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ 15 എന്നാക്കുക. 15 എന്നാക്കുമ്പോൾ നമ്മളിപ്പോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു 15 AMAക്ക് മുകളിൽ എബോ സൈഡിൽ നിൽക്കണം. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു EMAയിൽ ടാപ്പ് ചെയ്യാനും പാടില്ല, അതിനെ കവർ ചെയ്യാനും പാടില്ല. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഈ ഒരു EMAക്ക് മുകളിലായിട്ട് നിൽക്കണം, മസ്റ്റാണ്. ഓക്കെ, മാർക്കറ്റ് ആ ഒരു മുകളിലായിട്ട് നിൽക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് വരണം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡ് വരണം. ഓക്കെ, ഇനി ഡൗൺ ട്രെൻഡിൻ്റെ കാര്യമാണെങ്കിൽ ആ ഒരു 15 EMA മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ആ ഒരു EMAക്ക് താഴെയായിട്ട് നിൽക്കണം. ഓക്കെ, ഇനി ഈ ഒരു EMA മാർക്കറ്റ് കവർ ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് ആ രീതിയിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ക്ലിയർ ആക്കുക, എന്നാൽ ഈ ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ഇവിടെ കറക്റ്റ് ആകത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, മാർക്കറ്റ് നമ്മൾ ഈ ഒരു 15 EMA ഓക്കെ ഈ ഒരു 15 EMAയിൽ മാർക്കറ്റ് ഇങ്ങനെ കവർ ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ ടാപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കണ്ട, അവിടെ ഒരു എൻട്രി ഇല്ല സ്കാൽപ്പിങ്ങിൽ. ഓക്കെ, അതൊരു മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ എൻട്രി എടുക്കാനേ നിൽക്കണ്ട. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു EMAക്ക് താഴെയായിട്ട് നിൽക്കണം, ഇനി അപ്പ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു EMAക്ക് മുകളിലായിട്ട് നിൽക്കണം, അത് മസ്റ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് മാർക്ക് ഹൈ പ്രോബിലിറ്റി ട്രേഡിംഗ് സോൺസ്. നമ്മൾ ഫസ്റ്റ് EMA ഉപയോഗിച്ച് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡൊക്കെ കറക്റ്റാക്കി. ഇനി നെക്സ്റ്റ് കാര്യം ഹൈ പ്രോബിലിറ്റി ട്രേഡിംഗ് സോൺസ് കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനെ ഹൈ പ്രോബിലിറ്റി ട്രേഡിംഗ് സോൺസ് കണ്ടെത്തുന്ന പ്രൈസ് ആക്ഷൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു കാര്യമാണ്.
എങ്ങനെ നമ്മൾ 50 മിനിറ്റ്സിൽ 50 മിനിറ്റ്സിൽ നമ്മൾ ഇതുപോലുള്ള ഈ കീ സോൺസ്, അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മോസ്റ്റ് റീസെൻ്റായിട്ടുണ്ടായ മാർക്കറ്റ് സ്ട്രക്ചറാണ്. റീസെൻ്റായിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ്, ഒരു കീ പോയിൻ്റാണ്. അപ്പോൾ ഇതുപോലുള്ള കീ പോയിൻറ്റ്സ് നിങ്ങൾക്ക് നോക്കാം 50 മിനിറ്റ്സിൽ. മാർക്കറ്റ് ചിലപ്പോൾ ഈ 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ എന്ത് ചെയ്യാം, റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ 1 മിനിറ്റിൽ നമ്മളെ എൻട്രി ഈ ഒരു ഈ ഒരു കീ ഏരിയയിലായിരിക്കും. അത് എങ്ങനെ എങ്ങനെ കൺഫർമേഷൻ എടുക്കാമെന്നുള്ള കാര്യവും പറയാം. അപ്പം എങ്ങനെ ഇവിടെ എൻട്രി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമുണ്ട്. അല്ലാതെ ചുമ്മാ ഒരു കീ പോയിൻ്റ് ഉണ്ട് അവിടെ എൻട്രി എടുത്ത് വെക്കുന്നത് അത് അത്ര അല്ല. അപ്പോൾ ഇവിടെ എങ്ങനെ എൻട്രി പുഷ് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ പറയാം. ജസ്റ്റ് ഈ ഒരു സെറ്റപ്പ് മനസ്സിലാക്കി വെക്കുക, ഈ ഒരു കീ പോയിൻ്റ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിജക്ഷൻ ഏരിയ. അതായത് 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ഇതുപോലെ ഇതിപ്പോൾ അപ് ട്രെൻഡിൻ്റെ കാര്യമാണ്. അപ്പോൾ മാർക്കറ്റ് ഇതുപോലുള്ള ഈ മൾട്ടിപ്പിൾ റിജക്റ്റ് ആയിട്ടുള്ള ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലോട്ട് ഒരു എൻട്രി കിട്ടാം. ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലോട്ട് എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ റിജക്ഷൻ ഏരിയ, അതുപോലെ തന്നെ മോസ്റ്റ് റീസെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ. റീസെൻ്റായി ഉണ്ടായ മാർക്കറ്റ് സ്ട്രക്ചർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ശേഷം പിന്നീട് ഇതുപോലെ റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയും നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ റിജക്ഷൻ ഏരിയയും നെക്സ്റ്റ് ബോത്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ആക്ട് ചെയ്തിട്ടുള്ള ഏരിയ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് മുകളിലോട്ട് വന്ന് റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്ത ഒരു ഏരിയ ആണ്. ജസ്റ്റ് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് താഴോട്ട് വന്നു. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ട് എന്തായി, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്തു, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ഇനി ഡൗൺ സൈഡിൻ്റെ കാര്യമാണെങ്കിലോ ആദ്യം എന്തായിട്ട് ആക്ട് ചെയ്യും, ആദ്യം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, പിന്നെന്താണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ അപ് ട്രെൻഡിൽ മാർക്കറ്റ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്തു, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫസ്റ്റ് ആക്ട് ചെയ്തു, ദെൻ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് വന്ന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, ദെൻ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ള കാര്യം പറയാം, എങ്ങനെ സ്കാൽപ്പ് ചെയ്യാമെന്നുള്ള കാര്യം. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ 1 മിനിറ്റിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, അതായത് ഈ കാണുന്ന ഈ ഒരു 3 ഏരിയ, ഫസ്റ്റ് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡ് ഈ ഒരു ഏരിയയിൽ, ഈ മൾട്ടിപ്പിൾ റിജക്ഷൻ്റെ ഈ ഒരു ഏരിയയിൽ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്തുള്ള ഏരിയയിൽ ഇവിടെ ആണെങ്കിൽ ഒരു എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു റേഞ്ച് മാർക്കറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഈ ഒരു കീ ഏരിയയിൽ മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം തരണം. 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇറങ്ങി വന്ന് ഇവിടെ ഒരു ഡബിൾ ബോട്ടം തരണം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, ജസ്റ്റ് പൊങ്ങി മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഇനി എപ്പോഴാണ് എൻട്രി? അപ്പോൾ ഇവിടെ കാണാം എന്താണ്, മാർക്കറ്റ് ഒരു ഡബ്ല്യു പോലെ മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, 2 പ്രാവശ്യം വന്ന് ടാപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ ഒരു കൺഫേം എടുക്കുന്നു. മാർക്കറ്റ് അവിടെ നിന്ന് ആ ഒരു ഏരിയയെ റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു ഫസ്റ്റ് കൺഫർമേഷൻ എടുക്കുന്നു. ദെൻ എങ്ങനെ സെക്കൻഡ് കൺഫർമേഷൻ, മാർക്കറ്റ് ഈ ഒരു നെക്ക് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. എന്താണ്, ഇവിടെ മാർക്കറ്റ് ആദ്യം വന്ന് 2 തവണ ടാപ്പ് ചെയ്തു, നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് നമുക്കൊരു എൻട്രി മുകളിലോട്ട് സ്കാൽപ്പ് ചെയ്യാം. ഒരു ചെറിയ ടൈം കൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രൈസ് ആക്ഷനിൽ സ്കാൽപ്പ് ചെയ്യുവാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ചാർട്ടിൽ അത് കാണിച്ചു തരാം. അപ്പം ഈ രീതിയിൽ എൻട്രി ചെയ്യുക. അപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്? ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്സിൽ മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് കണ്ടെത്തുക. മാർക്കറ്റിൻ്റെ ട്രെൻഡ് കണ്ടെത്തുക. നെക്സ്റ്റ് കാര്യം എന്താണ്? ഹൈ പ്രോബിലിറ്റി ട്രേഡിംഗ് സോൺസ്, അതായത് റീസെൻ്റായിട്ടുണ്ടായ മാർക്കറ്റ് സ്ട്രക്ചർ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിജക്ഷൻ ഏരിയ, അതുപോലെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഏരിയ. ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഒരു കീ സോൺസുകൾ കണ്ടെത്തിയതിന് ശേഷം അതൊരു 1 മിനിറ്റിലോട്ട് മാറ്റുമ്പോൾ മാർക്കറ്റ് ഒരു 2 പ്രാവശ്യം ഒരു ഡബിൾ ബോട്ടം തരണം. പിന്നീടുള്ള കാര്യം എന്താണ്? മാർക്കറ്റ് ആ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു എൻട്രി പുഷ് ചെയ്യാം. ഏകദേശം 1:2 എന്നുള്ള രീതിയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. കൺഫേം കിട്ടും.
ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം ഇതുപോലെ എൻട്രി എടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നെക്ക് ലൈൻ ഇവിടെയാണ്, മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു. ഇനി മാർക്കറ്റ് ഡബിൾ ബോട്ടം തരുന്ന കുറച്ചുകൂടെ മുകളിലായിട്ട് പോയിട്ട് താഴോട്ടിറങ്ങി വന്നാലോ? താഴോട്ടിറങ്ങി വന്നാൽ നമുക്ക് അത്രത്തോളം കുറച്ചുകൂടി റിസ്ക് കൂടുതലാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താണ്, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു 1 മിനിറ്റിൽ. ഓക്കെ, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, നെക്സ്റ്റ് മുകളിലോട്ട് പോയി, മാർക്കറ്റ് പിന്നെയും വന്ന് ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പോയി. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടം തൊട്ട് ഏകദേശം ഇവിടം വരെ മാർക്കറ്റ് നമുക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റൂ? അത്രയും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ റിസ്ക് എടുക്കാതിരിക്കാൻ നമ്മളൊരു കാര്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മൾ ഫിബ് ടൂൾ എടുക്കുക. ഫിബ് ടൂളിൽ ഡിസ്കൗണ്ട് സോൺ കണ്ടെത്തുക. ഓക്കെ, ഡിസ്കൗണ്ട് സോൺ കണ്ടെത്തിയതിന് ശേഷം മാർക്കറ്റ് പിന്നീട് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലോട്ട് എൻട്രി എടുക്കാം. ഓക്കെ, അതായത് മാർക്കറ്റ് ഈ ഒരു നെക്ക് ലൈനെ അധികം മുകളിലോട്ട് വെച്ചാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കാൽപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മളെ റിസ്ക്കാണ്. ഓക്കെ, അത്രയും റിസ്ക് നമ്മൾ വെക്കേണ്ട കാര്യമില്ല, അത്രയും റിസ്ക് എടുത്ത് എൻട്രി എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫിബ് ടൂൾ വെക്കുന്നു, റീട്രേസ്മെൻറ്റ് ലെവൽസ് നോക്കുന്നു, ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി പുഷ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നോക്കുക, അത്രയും ഹെവി റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. ഓക്കെ, സ്കാൽപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ അത്രയും ഹെവി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയിൽ നിങ്ങൾ ഇത്രയും റിസ്ക് വെക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മാർക്കറ്റ് കയറിപ്പോകുന്നെങ്കിൽ കയറിപ്പോട്ട്, അതൊരു പ്രോബ്ലം അല്ല. പക്ഷേ ഓക്കെ, ഈ നെക്ക് ലൈനൊക്കെ ഇത്രയും മുകളിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടം വരെ നമ്മളെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയും റിസ്ക് ഉണ്ട്. ഓക്കെ, അത്രയും റിസ്ക് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫിബ് ടൂൾ വെച്ചിട്ട് ആ ഒരു ഡിസ്കൗണ്ട് സോൺ കണ്ടെത്തുക. ഡിസ്കൗണ്ട് സോൺ കണ്ടെത്തുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഡിസ്കൗണ്ട് സോൺ കണ്ടെത്തി ജസ്റ്റ് ആ ഒരു എൻട്രി നമ്മൾ ഈ ഒരു റേഞ്ചിലെത്തുമ്പം ആ ഒരു എൻട്രി മുകളിലോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 0.5 റേഞ്ച്, ആ ഒരു റേഞ്ചൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കുക. ഇനി ഒരു ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിലോ? ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഇതൊരു കീ സോണാണ്. ഓക്കെ, ഇതൊരു കീ സോൺ ആണെങ്കിൽ നമ്മൾ കുറച്ച് നീട്ടി വയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളത് 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എന്താ ഇതുപോലിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ടാപ്പ്. ഓക്കെ, ഇവിടെ ഒരു ടാപ്പ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഇതൊരു ഡബിൾ ബോട്ടം ആണ്. നെക്സ്റ്റ് ഈ നെക്ക് ലൈനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് സെൽ സൈഡിലോട്ടൊരു ഷോർട്ട് എൻട്രി എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എൻട്രി എടുക്കുക. ഓക്കെ, അത് അത്രയും ബെറ്റർ എൻട്രിയാണ്. ഷോർട്ട് ടൈം ഓക്കെ, ഷോർട്ട് ടൈം കൊണ്ട് അത്രയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ? ഓക്കെ, ഈ പ്രൈസ് ആക്ഷൻ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്കറ്റ് ഡയറക്ഷനും അതുപോലെ തന്നെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എന്തൊക്കെ നോക്കി? ഓക്കെ, ആ ഒരു ഏരിയയിലോട്ട്, ആ ഒരു കീ സോണിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മൾ ഡബിൾ ബോട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, പിന്നീട് അത്രയും കൂടുതലാണെങ്കിൽ മാർക്കറ്റ് വന്ന് റീട്രേസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് കാര്യം നമ്മൾ ഏകദേശം ആ ഒരു പ്രോഫിറ്റ് 1:2 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് എടുക്കുന്നു, ഇറങ്ങുന്നു. ഈ രീതിയിൽ എൻട്രി എടുത്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് കാര്യം സ്മാർട്ട് മണി സ്കാൽപ്പിംഗ് സെറ്റപ്പ്. ഓക്കെ, സ്മാർട്ട് മണി സ്കാൽപ്പിംഗ് സെറ്റപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്മാർട്ട് മണി എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ 50 മിനിറ്റ്സിൽ നമ്മൾ കുറച്ച് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ്, ഹയർ ലോ, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് കാണുക. ഓക്കെ, അപ്പം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചാർട്ടിൽ അടയാളപ്പെടുത്തിയാണ് നമ്മൾ ആ ഒരു എൻട്രിയും കാര്യങ്ങളും പുഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ നമുക്കിത് ഒരു സ്കാൽപ്പിംഗ് സെറ്റപ്പിലോട്ട് മാറ്റാമെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിൽ മാർക്കറ്റ് ഇപ്പം ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു മാർക്കറ്റ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയാണ്. ഇപ്പം നമ്മളിപ്പം ഈ ഒരു SMC എൻട്രി എന്ന് പറയുമ്പോൾ തന്നെ ലിക്വിഡിറ്റിയുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ അത്രയും വലുതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്ത് കാണാൻ പറ്റും? ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്കറിയാം സ്മാർട്ട് മണി SMC ഉപയോഗിച്ച് എങ്ങനെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാം. ഇപ്പോൾ ഇവിടെ ഒരു ഹയർ ലോ ഉണ്ട്, അപ്പോൾ ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്തു. അത് മാത്രമല്ല അവിടെ വേണ്ടത്, എന്തുകൂടി വേണം? ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ലിക്വിഡിറ്റി
ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്തോട്ട് മാർക്കറ്റ് ഇറങ്ങും. ഓക്കെ, ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്തോട്ട് മാർക്കറ്റ് ഇറങ്ങി ആ ഒരു ലിക്വിഡിറ്റി അഥവാ ആ ഒരു പെൻഡിങ് ഓർഡേഴ്സ് എടുത്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഏകദേശം ഇതുപോലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ബിയറിഷിൻ്റെ കാര്യം പറയുവാണ്. മാർക്കറ്റ് ഒരു ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്തു വന്ന മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോവർ ലോ ലോവർ ഹൈ ഓക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ 50 മിനിറ്റ്സിൽ തന്നെ നോക്കുക. ഓക്കെ, 50 മിനിറ്റ്സിൽ തന്നെ നോക്കുക. ജസ്റ്റ് പിന്നീട് അത് 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം 1 മിനിറ്റിൽ നമ്മൾ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ നിൽക്കില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ്, ഒരു ലോവർ ലോ ലോവർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. നമ്മൾ കറക്റ്റ് നോക്കേണ്ട കാര്യം ലിക്വിഡിറ്റി എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ അത് നോക്കണം. കാര്യം ലിക്വിഡിറ്റി ഉള്ളിടത്തേ കളി നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, മാർക്കറ്റ് ഒരു ലോവർ ലോ ലോവർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റ്, ഇങ്ങനെ മൂവ് ചെയ്ത് വന്ന മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്നു, ഇവിടെ ഒരു ലോവർ ലോയും തന്നു. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് വരിക, കയറി വരിക. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തായാലും ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, മറക്കേണ്ട ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി വേണം. അപ്പം ആ ഒരു SMC സെറ്റപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മളൊരു വീഡിയോ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു ലോവർ ഹൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റ് താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വന്നിട്ട് ഈ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. ഇവിടെ ലിക്വിഡിറ്റി ഉള്ള സ്ഥിതിക്ക് അതിന് മുകളിൽ ഒരു ഓർഡർ ബ്ലോക്കും ഉള്ള സ്ഥിതിക്ക് മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്ത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്ന് ടാപ്പ് ചെയ്യത്തില്ലേ, ഉറപ്പായിട്ടും ടാപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് അതായത് ഈ ഒരു ലോവർ ഹൈയെ മാർക്കറ്റ് എടുത്തിരിക്കുന്നത് വെറും ഒരു ഇൻവാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മൂവ്മെൻ്റൊക്കെ കാണുമ്പോൾ ആരും മുകളിലോട്ട് പോയി ട്രേഡ് എടുക്കാതിരിക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ഒരു 1 മിനിറ്റിലോട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എത്തുമ്പോൾ ആ ഒരു എൻട്രി പുഷ് ചെയ്താൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഓക്കെ, നല്ലൊരു എൻട്രി കൂടി കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം നമ്മളിവിടെ നോക്കുമ്പം ഒരു ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു സപ്ലൈ ഏരിയ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കാം, എന്നാൽ മുകളിലൊരു സപ്ലൈ ഏരിയ ഇല്ലേ, മുകളിലും സപ്ലൈ ഏരിയ ഇല്ലേ, മുകളിലും സപ്ലൈ ഏരിയ ഉണ്ട്. സപ്ലൈ ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെ കറക്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാം. ഓക്കെ, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സപ്ലൈ ഏരിയ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് മുകളിൽ എന്തുണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി റേഞ്ചൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതിലുപരി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി റേഞ്ച്, ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി റേഞ്ചിൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അതിന് മുകളിലായിട്ട് എന്തുണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് ആ ഒരു സ്മാർട്ട് മണി പക്കയായിട്ട് വർക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാനാണ് ചാൻസ്. ഈ ഒരു സപ്ലൈ ഏരിയ ഓൾറെഡി ബ്രേക്കായി. ഓക്കെ, ഈ ഒരു സപ്ലൈ ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്കറിയാം ഈ ഒരു സ്വിങ്ങിന് മുകളിലായിട്ട് എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി എടുക്കാൻ മോർ ചാൻസ് ആണ് മാർക്കറ്റ്. ഓക്കെ, ഈ ലിക്വിഡിറ്റി എടുത്തു, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു, ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു എൻട്രി രീതിയൊക്കെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലും നമുക്ക് എൻട്രി പുഷ് ചെയ്യാം. എങ്ങനെ, 1 മിനിറ്റിൽ. നിങ്ങൾക്കിവിടെ കാണാം ഇത് 1 മിനിറ്റിലാണ്. ഓക്കെ, 1 മിനിറ്റിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് വിശ്വാസം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു എൻട്രി കിട്ടും. മാർക്കറ്റിൽ ലിക്വിഡിറ്റി എടുക്കുന്നു, ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുന്നു, ഇറങ്ങുന്നു. ഇതൊക്കെ ക്ലീൻ എൻട്രിയാണ്. ഓക്കെ, ക്ലീൻ എന്ന് വെച്ചാൽ പക്ക ക്ലീൻ എൻട്രി 1 മിനിറ്റിൽ. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി ആണ് ഇവിടെ നമ്മൾ ഈ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ലിക്വിഡിറ്റി എവിടെയൊക്കെ ഉണ്ടോ അതിന് മുകളിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ടോ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്താൽ അത്രയും ചാൻസാണ് മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ. അപ്പോൾ ആ രീതിയിൽ എൻട്രി നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചാർട്ടിൽ കുറച്ചുകൂടി ഒരു 1-2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സ്മാർട്ട് മണിയുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ലിക്വിഡിറ്റി എവിടെ ഉണ്ടോ, ഓക്കെ, ലിക്വിഡിറ്റി മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുക, പിന്നീട് ഉണ്ടാകുന്ന ലിക്വിഡിറ്റി നോക്കുക. ഓക്കെ, അതിന് മുകളിലുള്ള ആ ഒരു ഓർഡർ ബ്ലോക്സ് നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ അത്രയും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ആ ഒരു എൻട്രി കിട്ടും 1 മിനിറ്റിൽ. ഓക്കെ, ആ ഒരു എൻട്രി എടുക്കുക. ഫസ്റ്റ് 50 മിനിറ്റിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുക, ദെൻ ലിക്വിഡിറ്റി നോക്കുക, ദെൻ എന്താണ് ഓർഡർ ബ്ലോക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് 1 മിനിറ്റിൽ ആ ഒരു എൻട്രി എടുക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ചാർട്ടിൽ 1-2 എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കാണാം, ഒരു ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ കാണാം. ഓക്കെ, ബിയറിഷ് മാർക്കറ്റ് കാണാം. എന്തുകൊണ്ട്? ഒരു 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ഈ ഒരു EMA, ഓക്കെ, EMAക്ക് മാർക്കറ്റ് താഴെയായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, നമുക്കിവിടെ എങ്ങനെ ഒരു സെൽ ട്രേഡ് നമുക്ക് എങ്ങനെ പുഷ് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു കീ ലെവൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു കീ ലെവൽ നമ്മൾ അവിടെ നിന്ന് മാർക്കറ്റ് 50 മിനിറ്റ്സിൽ ടാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ടോ. ആ ഒരു റിജക്ഷൻ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു 1 മിനിറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റുക. 1 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റുമ്പോഴോ മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം തന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഡബിൾ ബോട്ടം തന്നതായിട്ടും കാണാം. അതുപോലെ തന്നെ മാർക്കറ്റ് ആ ഒരു നെക്ക് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തേക്കുന്നതായിട്ടും കാണാം. നമുക്ക് ഇതുപോലൊരു ഷോർട്ട് എൻട്രി അഥവാ സെൽ സൈഡ് എൻട്രി നമുക്ക് പുഷ് ചെയ്യാം. മാർക്കറ്റ് ഇതുപോലെ താഴോട്ട് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊരു EUR/USDയുടെ 1 മിനിറ്റ് ചാർട്ടായിരുന്നു. ഇനി ബുള്ളിഷ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു കീ ലെവൽ നമ്മൾ നോക്കുക. ഓക്കെ, ഈ ഒരു കീ ലെവൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 50 മിനിറ്റിൽ ഇവിടെ വന്ന് ടാപ്പ് ചെയ്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഏകദേശം ഒരു 1 മിനിറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ഡബിൾ ബോട്ടം തന്നേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഈ ഒരു നെക്ക് ലൈനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു എൻട്രി അപ്പ് സൈഡിലോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, ഇത് EUR/USDയുടെ 1 മിനിറ്റ് ചാർട്ടാണ്. മാർക്കറ്റ് നല്ലതുപോലെ കയറി പോയേക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് സ്കാൽപ്പിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എൻട്രി പുഷ് ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ SMCയുടെ നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് റിയൽ ചാർട്ടിൽ നിന്ന് എടുത്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് SMCയിലും എൻട്രി പുഷ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ രീതിയിൽ മാർക്കറ്റിൽ ഉണ്ടോ എന്നൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 50 മിനിറ്റ്സിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 1 മിനിറ്റിൽ ഇതുപോലെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടും. ഓക്കെ, നല്ല സ്കാൽപ്പിംഗ് എൻട്രീസ് കിട്ടും. അപ്പം ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.